നമസ്കാരം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ജോസ് അച്ചായനെ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ഹെവി ബുക്കിംഗ് ആണ് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത്. ടെർബോ സിനിമയുടെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ ട്രാക്കിംഗ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു ട്രെയിലറും ഇറക്കി, കുറച്ച് പോസ്റ്റേഴ്സും ഇറക്കി. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഹെവിയാക്കിയ ചിത്രമാണ് ടെർബോ. ഇപ്പോഴത്തെ ആ ഒരു സിനിമയുടെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ മാത്രം ആദ്യ ദിവസം 1488 ഷോകളാണ്. ഓഡിയൻസ് ആയി ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,95,000 കടന്നിരിക്കുകയാണ്. തിയേറ്റർ ഓക്യുപ്പൻസി എന്ന് പറയുന്നത് 45% എത്തിയിരിക്കുന്നു. അതോടൊപ്പം നിലവിൽ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും 30 ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 5 മണിയോടെ പുറത്തു വന്ന ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ 3,03,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ആഗോള പ്രീസെയിൽ 4,70,00,000 അടുത്തെത്തിയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു പോക്ക് പോകുകയാണെങ്കിൽ ചിത്രത്തിന്റെ നാളെ ആദ്യ ഷോ കഴിയുമ്പോൾ 9 മണിക്കുള്ള ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ചൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തുള്ളൊരു കളക്ഷൻ ചിത്രം ആദ്യ ദിവസം നേടിയെടുക്കുമെന്ന് തീർച്ച തന്നെയാണ്. അതിനുള്ള എല്ലാ സാഹചര്യവും നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ നാളെ ആരൊക്കെയാണ് തിയേറ്ററിൽ പോയി ടെർബോ എന്ന സിനിമ കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ പോകുന്ന തിയേറ്ററിന്റെ പേര് കൂടി കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.